ഹലോ, അസ്സാം വലൈക്കും. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തീർത്ഥാടകരെ അനുഗമിക്കുന്നതിനുള്ള സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തിയ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയിൽ യോഗ്യത നേടിയവർക്കുള്ള ഇൻ്റർവ്യൂ ഡിസംബർ 22, 23, 24, 26 തീയതികളിൽ രാവിലെ 9 മണി മുതൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തുന്നതാണ് എന്നുള്ള വിവരം എല്ലാ അപേക്ഷകരും അറിഞ്ഞിരിക്കുമല്ലോ. ഇങ്ങനെ യോഗ്യത നേടിയവരുടെ വിവരം ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടാതെ ഓരോ അപേക്ഷകനും ഇമെയിലായി വിവരം ലഭിക്കുന്നതുമാണ്. ഇങ്ങനെ താൽക്കാലിക യോഗ്യത നേടിയവർ ഹജ്ജ് കമ്മിറ്റി അറിയിച്ച തീയതിയിലും സമയത്തും ഹജ്ജ് ഹൗസിൽ ആവശ്യമായ രേഖകളോടുകൂടി ഹാജരായി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. അല്ലാത്തവരുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. ഇൻ്റർവ്യൂ സമയത്ത് താഴെ പറയുന്ന രേഖകളുടെ ഒറിജിനലും 2 കോപ്പിയും സഹിതം നിശ്ചിത സമയത്ത് തന്നെ ഹാജരാവേണ്ടതാണ്. പ്രസ്തുത രേഖകളുടെ ഒറിജിനലും കോപ്പിയും ഹാജരാക്കാത്തവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ എന്ന് നോക്കാം. ഒന്നാമത് SHI അപേക്ഷാ ഫോം ആവശ്യമാണ്. രണ്ടാമത് കാലാവധിയുള്ള ഒറിജിനൽ ഇൻ്റർനാഷണൽ പാസ്പോർട്ട്. മൂന്നാമത്തത് കാലാവധിയുള്ള ഓഫീസ് തിരിച്ചറിയൽ കാർഡ്. 4 യോഗ്യത തെളിയിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ. 5 ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ. 6 അവസാന മാസത്തെ സാലറി സ്ലിപ്പ്. 7-മത്തേത് വകുപ്പ് തലവനിൽ നിന്ന് ലഭിക്കുന്ന നിരാക്ഷേപ പത്രം അല്ലെങ്കിൽ NOC. 8-മത്തേത് ഹജ്ജ് കമ്മിറ്റി അറിയിച്ച നിശ്ചിത ഫോർമാറ്റിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും രേഖകളാണ് ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടത്. ഇവ ഹാജരാക്കാത്തവരെ ഇൻ്റർവ്യൂവിന് പരിഗണിക്കുന്നതല്ല എന്ന് ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട്. കൃത്യമായ തീയതിയും സമയവും പരിശോധിച്ച് ആവശ്യമായ രേഖകളോടുകൂടി എല്ലാവരും ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരണം എന്ന് ആണ് അറിയിക്കാനുള്ളത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കൊളത്തൂർ എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഓട്ടോയിലോ മറ്റോ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വളരെ എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.